ഇനി എക്സാമ്പിൾ 5 നോക്കുക. എക്സാമ്പിൾ 5-നകത്ത് പ്രൊവിഷൻ്റെ ഒരു പ്രോബ്ലം ആണ്. പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബാങ്കിങ് കമ്പനിയുടെ അഡ്വാൻസസ് തന്നിട്ടുണ്ട് 31 March 2020. ബിൽസ് പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ് 26 ലക്ഷം. ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ് ആൻഡ് ഡിമാൻഡ് ലോൺ 92,20,000. ടേം ലോൺസ് 75,40,5000. അഡ്വാൻസസ് തന്നിട്ടുണ്ട്. അത് ക്ലാസിഫൈ ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. ഈ ബിൽസ് പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ്, അതേപോലെ തന്നെ ക്യാഷ് ക്രെഡിറ്റ് ആൻഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിമാൻഡ് ലോൺസ്, ടേം ലോൺസ്, ഇത് മൂന്നും ക്ലാസിഫൈ ചെയ്തിട്ട്, അതായത് സ്റ്റാൻഡേർഡ് അസറ്റ്, സബ് സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്സ്, അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. ടോട്ടൽ ആദ്യം മൂന്നിൻ്റെയും ടോട്ടൽ തന്നിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. ആദ്യം സ്റ്റാൻഡേർഡ് അസറ്റ്, അതിൽ ബിൽസ് പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ് 15 ലക്ഷം, ക്യാഷ് ക്രെഡിറ്റ് 65 ലക്ഷം, ടേം ലോൺസ് 70 ലക്ഷം, അങ്ങനെ ടോട്ടൽ 26 ലക്ഷം. അല്ല, ടോട്ടൽ നമുക്ക് ഇനി ആഡ് ചെയ്യാനുണ്ട്, നമുക്ക് പ്രൊവിഷൻ കാണാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് സബ് സ്റ്റാൻഡേർഡ് അസറ്റിൽ ബിൽസ് പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ് 4 ലക്ഷം, ക്യാഷ് ക്രെഡിറ്റ് 10 ലക്ഷം, ടേം ലോൺസ് 5,40,5000. ഡൗട്ട്ഫുൾ അസറ്റ്സിൽ 1 ഇയർ വരെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ളത് ബിൽസ് പർച്ചേസ്ഡിൽ 2,50,000, ക്യാഷ് ക്രെഡിറ്റ് 5 ലക്ഷം, ടേം ലോൺസ് ഒന്നുമില്ല. 3 ഇയർ വരെയുള്ളതിൽ 2,30,000 ബിൽസ് പർച്ചേസ്ഡ്, ക്യാഷ് ക്രെഡിറ്റ് 6,50,000. 3 ഇയറിൽ കൂടുതലുള്ളത് ബിൽസ് പർച്ചേസിൽ 1,70,000, ക്യാഷ് ക്രെഡിറ്റിൽ 3,50,000. ഇനി ലോസ് അസറ്റ് ബിൽസ് പർച്ചേസിൽ 50,000, ക്യാഷ് ക്രെഡിറ്റിൽ 2,20,000. അങ്ങനെ ബിൽസ് പർച്ചേസ്ഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ള ടോട്ടൽ 26 ലക്ഷം, ക്യാഷ് ക്രെഡിറ്റ് ആഡ് ചെയ്യുമ്പോൾ തന്നിട്ടുള്ള 92,20,000, ടേം ലോൺസ് ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നിട്ടുണ്ട് 75,40,000. ഇനി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പ്രൊവിഷൻ അസറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡൗട്ട്ഫുൾ അസറ്റ്സിൽ 60% സെക്യൂർഡ് ആയതാണ്. സോ 60% സെക്യൂർഡ് എന്ന് പറയുമ്പോൾ 100%-ൽ 60% സെക്യൂർഡ് എന്ന് പറയുമ്പോൾ ബാക്കി 40% അൺസെക്യൂർഡ് ആണ്. അങ്ങനെ. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യം, നമുക്ക് പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. RBIയുടെ പ്രൊഡൻഷ്യൽ അക്കൗണ്ടിംഗ് നോംസ് പ്രകാരം പ്രൊവിഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രൊവിഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെഡിങ് കൊടുക്കുക, കാൽക്കുലേഷൻ ഓഫ് പ്രൊവിഷൻസ് ഓൺ അഡ്വാൻസസ് എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ 181 നോക്കിയാൽ കാണാം. എന്നിട്ട് എമൗണ്ട്, പെർസെൻറ്റേജ് ഓഫ് പ്രൊവിഷൻ, എമൗണ്ട് ഓഫ് പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് 3 കോളം കൊടുക്കുക. പർട്ടിക്കുലേഴ്സിൽ ആദ്യം 4 കോളം വേണം, പർട്ടിക്കുലേഴ്സും കൂടെ വേണം. സ്റ്റാൻഡേർഡ് അസറ്റിൻ്റെ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. സോ സ്റ്റാൻഡേർഡ് അസറ്റിൻ്റെ എമൗണ്ട് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. സ്റ്റാൻഡേർഡ് അസറ്റ് തന്നിട്ടുണ്ട് അല്ലേ, പ്രോബ്ലത്തിൽ സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് ആദ്യമേ തന്നിട്ടുണ്ട്. ബിൽസ് പർച്ചേസ്ഡ്, ക്യാഷ് ക്രെഡിറ്റ്, ടേം ലോൺസ് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ മൊത്തം സ്റ്റാൻഡേർഡ് അസറ്റ് എത്രയാണെന്ന് കിട്ടും. സോ 15 ലക്ഷം പ്ലസ് 65 ലക്ഷം പ്ലസ് 70 ലക്ഷം ആഡ് ചെയ്യുമ്പോൾ 1,50,00,000 കിട്ടും ടോട്ടൽ എമൗണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തിയറി പറയുമ്പോൾ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് അസറ്റിന് 0.40% ആണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ 1,50,00,000 ഇൻറ്റു 0.40 ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് ഓഫ് പ്രൊവിഷൻ കിട്ടും, 60,000 കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇനി നെക്സ്റ്റ് സബ് സ്റ്റാൻഡേർഡ് അസറ്റിൻ്റെ കാണണം. സോ സബ് സ്റ്റാൻഡേർഡ് അസറ്റ്, ടോട്ടൽ സബ് സ്റ്റാൻഡേർഡ് അസറ്റ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള ബിൽസ് പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ് 4 ലക്ഷം പ്ലസ് ക്യാഷ് ക്രെഡിറ്റ് ആൻഡ് ഓവർ ഡ്രാഫ്റ്റ് 10 ലക്ഷം, ടേം ലോൺസ് 5,40,5000. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ സബ് സ്റ്റാൻഡേർഡ് അസറ്റ് കിട്ടും. അത് 19,40,5000 ആണ്. ഇനി കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ഞാൻ സബ് സ്റ്റാൻഡേർഡ് അസറ്റിൻ്റെ എത്ര ശതമാനം പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 15% ബേസിക് റേറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി പ്രോപ്പർട്ടി സബ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുന്നത് അൺസെക്യൂർഡ് എക്സ്പോഷർ ഇൻക്ലൂഡഡ് ആണെങ്കിൽ 10% എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ അൺസെക്യൂർഡ് എക്സ്പോഷറിനെ കുറിച്ചൊന്നും പറയാത്തതുകൊണ്ട് നമ്മൾ ബേസിക് 15% കാണേണ്ടത്. സോ 19,40,5000-ൻ്റെ 15%, 19,40,5000 ഇൻറ്റു 15/100 ചെയ്താൽ നമുക്ക് 2,91,750 കിട്ടും. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഡൗട്ട്ഫുൾ അസറ്റിൻ്റെ കാണണം. ഡൗട്ട്ഫുൾ അസറ്റ്സിൻ്റെ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട് ഡൗട്ട്ഫുൾ അസറ്റ്സിൽ 60% സെക്യൂർഡ് ആയതാണ്, ബാക്കിയാണ് അൺസെക്യൂർഡ്. സോ സെക്യൂർഡ് വേറെ അൺസെക്യൂർഡ് വേറെ കാണണം. കാരണം സെക്യൂർഡിനും അൺസെക്യൂർഡിനും ഉള്ള പ്രൊവിഷൻ വ്യത്യാസമുണ്ട്. അൺസെക്യൂർഡ് പോർഷന് 100% പ്രൊവിഷനും സെക്യൂർഡ് പോർഷന് അതിൻ്റെ പീരീഡ് അനുസരിച്ചിട്ടുള്ള പ്രൊവിഷനുമാണ്. സോ ആദ്യം അൺസെക്യൂർഡ് കാണാം. അൺസെക്യൂർഡ് കാണാൻ ആദ്യം ടോട്ടൽ ഡൗട്ട്ഫുൾ അസറ്റ്സ് എത്രയാണെന്നുള്ളത് നോക്കുക. ടോട്ടൽ ഡൗട്ട്ഫുൾ അസറ്റ്സ് കാണാൻ നമുക്ക് തന്നിട്ടുള്ള ഡൗട്ട്ഫുൾ അസറ്റ്സ് 1 ഇയർ, 3 ഇയർ, 1 to 3 ഇയർ, 1 ഇയർ, 1 to 3 ഇയർ, മോർ ദാൻ 3 ഇയർ, മൂന്നും ആഡ് ചെയ്യണം. സോ നമ്മൾ ടോട്ടൽ എമൗണ്ട് ഓഫ് ഡൗട്ട്ഫുൾ അസറ്റ്സ് കാണാൻ വേണ്ടിയിട്ട്
1 ഇയറിൽ തന്നിട്ടുള്ള 2,50,000 പ്ലസ് 2,30,000 പ്ലസ് 1,70,000 പ്ലസ് അതേപോലെ തന്നെ ഇത് ബിൽസ് പർച്ചേസ്ഡിൽ 1 ഇയർ 1 to 3 ഇയർ മോർ ദാൻ 3 ഇയർ തന്നിട്ടുള്ള എമൗണ്ട് ആണ് പറയണത്. ഇതേ പ്ലസ് ഇനി ക്യാഷ് ക്രെഡിറ്റിൽ തന്നിട്ടുള്ള 5 ലക്ഷം പ്ലസ് 6,50,000 പ്ലസ് 3,50,000. അതായത് ഡൗട്ട്ഫുൾ അസറ്റ്സിന്റെ ഏരിയയിൽ ബിൽസ് പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ് ആൻഡ് ക്യാഷ് ക്രെഡിറ്റിന്റെ 1 ഇയർ 1 to 3 ഇയർ മോർ ദാൻ 3 ഇയർ 3 കാറ്റഗറിയിലും തന്നിട്ടുണ്ട്. 2,50,000 പ്ലസ് 2,30,000 പ്ലസ് 1,70,000 പ്ലസ് 5 ലക്ഷം പ്ലസ് 6,50,000 പ്ലസ് 3,50,000. ഇത് മുഴുവൻ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ഡൗട്ട്ഫുൾ അസറ്റ്സ് കിട്ടുക. ഇത് മുഴുവൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 21,50,000 കിട്ടും. ഈ 21,50,000ത്തിന്റെ 40% അൺസെക്യൂർഡും 60% സെക്യൂർഡും ആണ്. സോ ഈ ടോട്ടൽ ഡൗട്ട്ഫുൾ അസറ്റ്സ് 21,50,000 ആണ്. അതിന്റെ 40% കാണുക. ആദ്യം നമ്മൾ അൺസെക്യൂർഡിന്റെ പ്രൊവിഷൻ ആണ് കാണുന്നത്. അതിന്റെ 40% കാണുമ്പോൾ നമുക്ക് 8,60,000 കിട്ടും. ഈ 8,60,000ത്തിന് നമ്മൾ അൺസെക്യൂർഡിന് 100% പ്രൊവിഷൻ ആണ്. സോ ആ 8,60,000 തന്നെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. കാരണം മുഴുവനും 100% നമ്മൾ അൺസെക്യൂർഡ് പോർഷന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. സോ ഇവിടെ ശ്രദ്ധിക്കുക, ടോട്ടൽ ഡൗട്ട്ഫുൾ അസറ്റ്സ് കണ്ടിട്ട് അതിന്റെ എത്ര ശതമാനമാണോ അൺസെക്യൂർഡ് അത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ 60% സെക്യൂർഡ് എന്ന് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. അപ്പം 40% അൺസെക്യൂർഡ്. 40% കാണുമ്പോൾ 8,60,000 കിട്ടും. അൺസെക്യൂർഡ് പോർഷന് 100% പ്രൊവിഷൻ ആണ്. സോ 8,60,000 പ്രൊവിഷൻ ആണ്. ഇനി സെക്യൂർഡ് പോർഷൻ കാണുക. സെക്യൂർഡ് പോർഷൻ കാണുന്ന സമയത്ത് 60% സെക്യൂർഡ് പോർഷൻ. സോ ആദ്യം 1 ഇയറിന്റെ കാണുക. 1 ഇയറിന്റെ 2,50,000 ബിൽസ് പർച്ചേസ്ഡും ക്യാഷ് ക്രെഡിറ്റ് 5 ലക്ഷമാണ്. സോ 5 ലക്ഷം പ്ലസ് 2,50,000 7,50,000. സോ അതിന്റെ 60% ആദ്യം കാണണം. 7,50,000 ഇൻറ്റു 60/100 സെക്യൂർഡ് പോർഷൻ കാണണം. സോ 7,50,000 ഇൻറ്റു 60/100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4,50,000 ആണ് കിട്ടുക. അപ് ടു 1 ഇയറിന് 25%. സോ 4,50,000ത്തിന്റെ 25% കാണണം. പ്രൊവിഷൻ എത്രയൊക്കെയാണ് പെർസെൻറ്റേജ് എന്നുള്ളതൊക്കെ ഞാൻ തൊട്ട് മുമ്പിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിട്ട് വേണം ഈ പ്രോബ്ലം ചെയ്യാൻ. സോ നമ്മൾ 4,50,000ത്തിന്റെ 25% കാണുമ്പോൾ 1,12,500 കിട്ടും. അതേപോലെ ഇനി 1 to 3 ഇയറിന്റെ കാണണം. 1 to 3 ഇയറിന്റെ കാണുമ്പോൾ ബിൽസ് പർച്ചേസ്ഡ് 2,30,000 ക്യാഷ് ക്രെഡിറ്റ് 6,50,000 ആണ്. സോ 6,50,000 പ്ലസ് 2,30,000 ബിൽസ് പർച്ചേസ്ഡ്. സോ 8,80,000 ആണ് കിട്ടുക. അതിന്റെ 60% സെക്യൂർഡ്. സോ അതിന്റെ 60% കാണണം. അതിന്റെ 60% കാണുമ്പോൾ നമുക്ക് 5,28,000 ആണ് കിട്ടുക. 5,28,000ത്തിന്റെ 1 to 3 ഇയർ ആണ് പീരീഡ് എങ്കിൽ 40% പ്രൊവിഷൻ കാണേണ്ടത്. ഡൗട്ട്ഫുൾ ഡെറ്റ്സിൽ 1 to 3 ഇയർ ആണ് പീരീഡ് എങ്കിൽ 40% കാണേണ്ടത്. സോ 5,28,000ത്തിന്റെ 40% കാണുക. 5,28,000ത്തിന്റെ 40% കാണുമ്പോൾ 2,11,200 ആണ് കിട്ടുക. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് മോർ ദാൻ 3 ഇയർ ആണെങ്കിൽ മോർ ദാൻ 3 ഇയറിൽ നമുക്ക് ബിൽസ് പർച്ചേസ്ഡ് 1,70,000 ക്യാഷ് ക്രെഡിറ്റ് 3,50,000 ആണ്. സോ 1,70,000 പ്ലസ് 3,50,000 5,20,000 ആണ് കിട്ടുക. 5,20,000ത്തിന്റെ 60% സെക്യൂർഡ്. സോ 60% കാണുക. 60% കാണുമ്പോൾ 3,12,000 ആണ് കിട്ടുക. പറഞ്ഞിട്ടുണ്ടായിരുന്നു മോർ ദാൻ 3 ഇയർ ആണെങ്കിൽ 100% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. സോ ഈ 3,12,000 തന്നെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. മുഴുവനായിട്ടും പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇനി ലാസ്റ്റ് ലോസ് അസറ്റ് ആണ്. ലോസ് അസറ്റ് എത്രയാണ് മൊത്തം ഉള്ളത്? ബിൽസ് പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടിൽ 50,000 ക്യാഷ് ക്രെഡിറ്റിൽ 2,20,000 ആണ്. സോ ടോട്ടൽ 2,70,000. 2,20,000 പ്ലസ് 50,000 2,70,000. ലോസ് അസറ്റിന്റെ കേസിലും 100% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. സോ ഈ 2,70,000 തന്നെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. സോ ടോട്ടൽ നമ്മൾ സ്റ്റാൻഡേർഡ് അസറ്റിന്റെ സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സിന്റെ ഡൗട്ട്ഫുൾ അസറ്റ്സിന്റെ ലോസ് അസറ്റ്സിന്റെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തൊക്കെ ആഡ് ചെയ്യുക. 60,000 പ്ലസ് 2,91,750 പ്ലസ് 8,60,000 പ്ലസ് 1,12,500 പ്ലസ് 2,11,200 പ്ലസ്
3,12,000 പ്ലസ് 2,70,000 നമുക്ക് ടോട്ടൽ 21,17,450 കിട്ടും. ഇതാണ് ടോട്ടൽ പ്രൊവിഷൻസ് ആൻഡ് അഡ്വാൻസസ് എന്ന് പറയുന്നത്. 21,17,450. അപ്പോൾ നമുക്ക് പ്രൊവിഷൻ കിട്ടി. ഇനി ഇത് കാണിക്കേണ്ടത് ബാലൻസ് ഷീറ്റിൽ അതർ ലൈബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസിൽ ഷെഡ്യൂൾഡ് 5-ലാണ്. അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത് പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസിലാണ്. എക്സ്പെൻഡിച്ചറിൽ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. സോ ഇത്രയേ ഉള്ളൂ. ഇനി ഈ പ്രോബ്ലം ഒന്ന് നന്നായി നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് പ്രൊവിഷൻ്റെ ഒരു ചെറിയ ഏരിയയും ഒരു പ്രോബ്ലവും കൂടെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് ക്യാപിറ്റൽ അഡ്വക്കസി റേഷ്യോയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ അക്കൗണ്ട്സിൽ ഇൻഷുറൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മേ ബി ഞാൻ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ ആയിരിക്കും നെക്സ്റ്റ് എടുക്കുക.